ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മുടെ സൈനപ്പും ലോഗിൻ ലോഗൗട്ട് എന്ന 3 മ്യൂട്ടേഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ സൈനപ്പും ലോഗിൻ ലോഗൗട്ടും ഈ 3 പ്ലസ് നമ്മുടെ മ്യൂട്ടേഷൻ ഫയൽ നോക്കിക്കഴിഞ്ഞാലും സെയിം തന്നെയാണ്. സൈനപ്പ്, ലോഗൗട്ട്, ലോഗിൻ ഈ 3 മ്യൂട്ടേഷനും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ബാക്കിയുണ്ട്. നിങ്ങളിപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ആരാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ ഉടനെ ക്ലയൻറ്റ് സൈഡ് റിയാക്ട് ആപ്പ് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അവിടെ ചില പേജുകളിൽ ഓതൻറ്റിക്കേഷൻ ആവശ്യമായ റൗട്ട്സ് ആകും ഉണ്ടാകാം. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാഷ്ബോർഡ്, അപ്പോൾ ലോഗിൻ ചെയ്തവർക്ക് മാത്രം കാണണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ്, ലോഗിൻ ചെയ്തവർക്ക് ചെയ്ത യൂസറിൻ്റെ വിവരങ്ങൾ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പേജ്. അതായത് റിയാക്റ്റിൽ നമുക്ക് ചോദിക്കേണ്ടത് യൂസർ റിയലി ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ അവൻ ഈ കയറിയ ലൈക്ക് ഈ പർട്ടിക്കുലർ യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്നറിയാൻ ഗ്രാഫ്ക്യൂൽ നിന്ന് തന്നെ ഓരോ നമുക്ക് ഡാറ്റ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇതിന് നമുക്ക് ഗ്രാഫ്ക്യൂൽ സ്കീമിൽ റൂട്ട് ക്വറി ടൈപ്പിലെ റൂട്ട് ക്വറി ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫയലാണ്, നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്തിരുന്നു ഈ ഫയല്. സോ ഈ ഫയലിൽ പുതിയൊരു ഫീൽഡും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, പുതിയ ഫീൽഡ് നമ്മൾ നെയിം യൂസർ അല്ലെങ്കിൽ കറണ്ട് യൂസർ എന്നാക്കാം നമുക്ക്. ഓക്കെ, ഇത് കറൻ്റ്ലി ഓതൻറ്റിക്കേറ്റഡ് യൂസറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പേര് കൊടുക്കുന്നത്. നമുക്ക് യൂസർ എന്ന ഫീൽഡ് തന്നെ ചേർക്കാൻ വേണമെങ്കിൽ, സോ ഞാനിവിടെ യൂസർ എന്ന് തന്നെ നമുക്ക് ചേർക്കാം. ഓക്കെ, സോ ഇതിനാദ്യം നമുക്കൊരു ഫീൽഡ്സ് ഞാനെടുത്ത് മാറ്റാണ്. ഫീൽഡ്സ് ആവശ്യമില്ല നമുക്ക്. സോ ഫീൽഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ എഴുതണമെന്ന് വെച്ചാൽ യൂസർ കോളൻ. ഓക്കെ, യൂസർ ഒബ്ജക്റ്റിൽ ടൈപ്പ് ബേസിക്കലി നമുക്ക് കൊടുക്കുന്നുണ്ട്. ടൈപ്പ് ഞാൻ വന്നിട്ട് യൂസർ ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു. സോ ഓട്ടോ ഇമ്പോർട്ട് ആയിട്ടുണ്ട് യൂസർ ടൈപ്പ്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ യൂസർ ടൈപ്പ് എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് റിസോൾവ് ഫങ്ഷനാണ്. പാരൻ്റ് വാല്യൂ ഉണ്ട്, നമ്മുടെ കയ്യിൽ ആർക്സ് ഉണ്ടാവും, REQ ഉണ്ടാവും. ഓക്കെ, ഇതിവിടെ റിട്ടേൺ ഞാൻ REQ ഡോട്ട് യൂസർ എന്ന് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ REQ ഡോട്ട് യൂസർ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് JS ഓതൻറ്റിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ എക്സ്പ്രസിൻ്റെ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ നിന്നും REQ ഡോട്ട് യൂസർ പ്രോപ്പർട്ടി ഓട്ടോ ആയിട്ട് നമുക്ക് കിട്ടും, ലൈക്ക് ബൈ ഡിഫോൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ യൂസറിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്താൽ REQ ഡോട്ട് യൂസർ പോപ്പുലേറ്റഡ് ഡാറ്റ പോപ്പുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഓതൻറ്റിക്കേറ്റ് ചെയ്യാത്തതാണെങ്കിൽ അതിന് എന്ന് വെച്ചാൽ ഇൻ കേസ് ഓതൻറ്റിക്കേറ്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അൺഡിഫൈൻഡ് ഒക്കെ ആയിരിക്കും വാല്യൂസ് ഉണ്ടാവുക. സോ ഗ്രാഫ്ക്യൂൽ അൺഡിഫൈൻഡ് വാല്യൂസിനെ നള്ളായിട്ടാണ് തിരിച്ചറിയുന്നത്. അതായത് ബേസിക്കലി ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് REQ ഡോട്ട് യൂസറിനാണ് ഗ്രാഫ്ക്യൂൽ റെസ്പോൺസ് നമുക്ക് കിട്ടുക. സോ ലോഗ്ഡ് ഇൻ ആണെങ്കിൽ യൂസർ ഒബ്ജക്റ്റിൽ യൂസർ ഡീറ്റെയിൽസ് കാണും, ലോഗ്ഡ് ഔട്ട് ആണെങ്കിൽ അൺഡിഫൈൻഡ് നള്ളൊക്കെ കാണും ഈ യൂസർ ഒബ്ജക്റ്റിൽ. അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ഇനി റിസോൾവ് ഫംഗ്ഷനിൽ 3 ആർഗ്യുമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നുണ്ട് ഇവിടെ. റിസോൾവ് ഫംഗ്ഷനിൽ പാരൻ്റ് വാല്യൂ, ആർക്സ്, REQ. പാരൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് റിസോൾവ് റിസൾട്ടാണ്, ഇവിടെ നമുക്ക് ആവശ്യമില്ല. ആർക്സ് എന്ന് പറഞ്ഞാൽ ഇൻകമ്മിങ് ആർഗ്യുമെൻറ്റ്സ് ആണ്, ഇവിടെ ഇല്ല, ബേസിക്കലി അതും ഇല്ല. REQ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് റിക്വസ്റ്റ് ഒബ്ജക്റ്റാണ്. പാസ്പോർട്ടിലെ ഓതൻറ്റിക്കേഷനുള്ള ഡാറ്റാസൊക്കെയാണ് അതിലുണ്ടാവുക മോസ്റ്റ്ലി. ഓക്കെ, ഇപ്പോൾ റിസോൾവ് ഫംഗ്ഷനിൽ നമ്മൾ REQ ഡോട്ട് യൂസറാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ ഗ്രാഫ്ക്യൂൽ അത് സീരിയലൈസ് ചെയ്ത് ഫ്രണ്ട് എൻഡിലേക്ക് അയക്കും ഈ പെർട്ടിക്കുലർ വാല്യൂ. ഓക്കെ, അതായത് യൂസർ ഓതൻറ്റിക്കേറ്റ് ആണെങ്കിൽ യൂസർ ഡീറ്റെയിൽസ് തരൂ അല്ലെങ്കിൽ നൾ തരൂ എന്നായിരിക്കും ബേസിക്കലി ഫ്രണ്ട് എൻഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്വറി ഗ്രാഫ്ക്യൂലൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നുള്ളത്. സോ ഞാനെന്ന് വെച്ചാൽ ആദ്യം ലോഗിൻ നമ്മുടെ ഗ്രാഫിക്കൽ ടൂൾ എടുത്തിട്ട് ഒന്ന് ഞാൻ സേവ് ചെയ്തില്ലേ, സേവ് ചെയ്തിട്ടില്ല, സേവ്
ഓക്കെ. സോ നമുക്കിനി ഇവിടെ ലോഗിൻ മ്യൂട്ടേഷൻ ഉണ്ട്. ലോഗിൻ മ്യൂട്ടേഷനിലൊന്ന് റൺ ചെയ്ത് നോക്കാം, റീലോഡ് ചെയ്തിട്ട്. ഓക്കെ, റീലോഡ് ചെയ്ത് ലോഗിൻ മ്യൂട്ടേഷൻ റൺ ചെയ്തപ്പോൾ നമുക്ക് ഇതേ ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ലോഗ്ഡിൻ ആണ് കറൻ്റ്ലി ചെയ്തു. സോ ഇപ്പോൾ കറണ്ട് യൂസറിൻ്റെ ലോഗിൻ നമുക്ക് കിട്ടി. ഇനി ഈ കറണ്ട് യൂസറിൻ്റെ ക്വറി റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോയെന്നറിയാം. അപ്പം ഞാൻ ഈ ക്വറി ഞാൻ ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ക്വറി ആയിട്ട് എടുക്കുകയാണ്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് യൂസറിൻ്റെ ഉള്ളിൽ ഇമെയിൽ വേണമെന്ന് പറഞ്ഞു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി. ഫെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ യൂസർ ഓതൻറ്റിക്കേറ്റ് ആയ ഏത് യൂസറാണ് ഓതൻറ്റിക്കേറ്റ് ആയ ആ ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം, നമുക്ക് ലോഗ് ഔട്ട് എഴുതാം. ഇത് ഞാൻ കമൻറ്റ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ലോഗ് ഔട്ട് എഴുതാം. മ്യൂട്ടേഷൻ ലോഗ് ഔട്ട് ഇമെയിൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി സക്സസ്ഫുള്ളി ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ എഴുതിയ ക്വറി നമുക്കൊന്നും കൂടി റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ യൂസർ നള്ളായിട്ട് വന്നത്. അതായത് ലോഗ് ഔട്ട് കഴിഞ്ഞോടെ ഓതൻറ്റിക്കേഷൻ ആ സെക്ഷൻസൊക്കെ ക്ലിയർ ചെയ്തു കംപ്ലീറ്റ്ലി. സോ അതുകൊണ്ടാണ് ഇവിടെ യൂസർ ഡീറ്റെയിൽസ് നള്ളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓതൻറ്റിക്കേഷൻ യൂസറിൻ്റെ മുഴുവൻ സൈക്കിൾസും കിട്ടി. എന്ന് വെച്ചാൽ നമ്മൾ സൈനപ്പ് ചെയ്തു, സൈനപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ യൂസറിനെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ലോഗിൻ ഓതൻറ്റിക്കേഷൻ എക്സിസ്റ്റിംഗ് യൂസറൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ലോഗ് ഔട്ട് വെച്ച് സെക്ഷൻസൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വറി യൂസർ എന്ന് പറഞ്ഞ് യൂസറിനെ ക്വറി ചെയ്ത് കഴിഞ്ഞാൽ അത് കറണ്ട് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസൊക്കെ നമുക്ക് കിട്ടും, ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇനി റിയാക്റ്റ് ഫ്രണ്ട് എൻഡിൽ ഈ യൂസർ ക്വറി ഉപയോഗിച്ച് നമ്മളെന്ന് വെച്ചാൽ റൗട്ട്സ് ഒക്കെ ഉണ്ടാക്കണം. സോ അത് പ്രൊട്ടക്റ്റ് ആയിരിക്കണം, കണ്ടീഷണൽ റെൻഡറിങ് ചെയ്യാനുള്ളതൊക്കെ ആയിരിക്കണം. സോ ബേസിക്കലി വെച്ചാൽ നമുക്ക് എഴുതാം data.userൽ ഡാറ്റ ഉണ്ടെങ്കിൽ യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ യൂസർ ഓതൻറ്റിക്കേറ്റഡ് അല്ല എന്നുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ കൺസെപ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ നടത്തി. എന്ന് വെച്ചാൽ REQ.user പാസ്പോർട്ടിൽ ആഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. കറണ്ട് യൂസർ റിക്വസ്റ്റിലൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടും. റിസോൾവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ REQ.userന് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ റൂട്ട് ക്വറി ടൈപ്പിൽ ഓക്കെ റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ലോഗിൻ ആയ ശേഷം നമ്മൾ യൂസർ ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്യും. ലോഗ് ഔട്ട് ആയ ശേഷം അത് നള്ളായിരിക്കും ഉണ്ടാവുക. സോ അത് നമ്മളിവിടെ ഗോ ത്രൂ ചെയ്തിരുന്നു ഈ ക്വറി എടുക്കുന്ന ടൈമിൽ. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ യൂസേജ് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ക്ലയൻറ്റ് സൈഡ് റൗട്ടിനൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലോഗിൻ ആയ ശേഷം മാത്രമേ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ പ്രൊഫൈൽ പേജൊക്കെ കാണാൻ പറ്റുള്ളൂ. സോ അതൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം ബേസിക്കലി ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. യൂസർ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ബാക്കിൽ ഓതൻറ്റിക്കേഷൻ മുഴുവനും ഓൾമോസ്റ്റ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ റിയാക്റ്റ് ആണ്, ഫ്രണ്ട് എൻഡ് ഭാഗമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യേണ്ടാവുക. അവിടെ നമ്മൾ റിയാക്റ്റിൽ റൗട്ട്സ് പ്രൊട്ടക്റ്റ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ലോഗിൻ സൈൻ അപ്പ് ഫോംസ് ഒക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം, എങ്ങനെ അപ്പോളോ ക്ലയൻറ്റ് വഴി ഗ്രാഫിക്കൽ ക്വറീസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ലേറ്റർ വീഡിയോസിലൊക്കെ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്താൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ ഫിക്സ് ചെയ്യാം. സോ താങ്ക്സ് എ ലോട്ട്, ബൈ.